നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ സ്മരണയിൽ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആസാദി കാ അമൃത് എന്നതാണ് ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആപ്തവാക്യം. ജില്ലയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മൗലികാവകാശം കാത്തുസൂക്ഷിക്കാൻ പുതുതലമുറ തയ്യാറാവണമെന്ന് സബ് കളക്ടർ സൂരജ് ഷാജി അഭിപ്രായപ്പെട്ടു. നഗരസഭാ ഓഫീസിൽ ചെയർപേഴ്സൺ പി നസീമ പതാക ഉയർത്തി. കോടതി പരിസരത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി പത്മകുമാറും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് CI ജിജോയും പതാക ഉയർത്തി. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊടിയത്തൂർ സംഘത്തിൽ ഉൾപ്പെട്ട ഹബീബ് റഹ്മാൻ, മുഹമ്മദ് നാസ് എന്നിവരാണ് പിടിയിലായത്. മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ അപ്പാരൽ സെന്ററിന് തുടക്കമായി. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 18,552 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,22,970 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 15.11%. മലപ്പുറത്തും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ്. 2,681 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. TPR 19.35% ഉയർന്നു. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിൽ എണ്ണമറ്റ സമരപോരാട്ടങ്ങളുടെയും നിരവധി ധീരരക്തസാക്ഷികളുടെയും ത്യാഗോജ്ജല സ്മരണയിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ആസാദി കാ അമൃത് എന്നതാണ് ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആപ്തവാക്യമായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എണ്ണമറ്റ സമര പോരാട്ടങ്ങളിലൂടെ നിരവധി ധീരരക്തസാക്ഷികളുടെ ജീവത്യാഗത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്നും കെടാതെ കാത്തുസൂക്ഷിക്കുന്നു. 1600 കാലഘട്ടം മുതൽ ആരംഭിച്ച ഇന്ത്യയിലെ കൊളോണിയലിസ്റ്റ് ഭരണങ്ങൾ നൂറ്റാണ്ടുകൾ കടന്ന് അവസാനം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. അതിലേറ്റവും അധികം കാലം ഇന്ത്യയെ കൈയടക്കി ഭരിച്ചത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഭരണാധികാരികളായിരുന്നു. 1800കളുടെ മധ്യകാലം മുതലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുന്നത്. വ്യാപാരത്തിനെന്ന പേരിലെത്തിയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയെ കൈയടക്കി ഭരിച്ചതിനു ശേഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ്. അവിടുന്ന് അങ്ങോട്ട് 1.5 നൂറ്റാണ്ടോളം കാലം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് കോളനിയായി കഴിഞ്ഞു. 1857 ശിപ്പായി ലഹളയാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിനായി നടന്ന ആദ്യ പോരാട്ടം. അവിടുന്ന് അങ്ങോട്ട് എണ്ണമറ്റ പോരാട്ടങ്ങളുടെ കാലങ്ങൾ. 1800കളുടെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നു. 1905 സുപ്രധാന ബംഗാൾ വിഭജനത്തിനായി കഴ്സൺ പ്രഭു ഉത്തരവിറക്കി. ഭരണപരമായ കാര്യക്ഷമതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നതായിരുന്നു ഉത്തരവിന്റെ ലക്ഷ്യം. ഇതിനെതിരെ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി വൈകാതെ ബംഗാൾ വിഭജനം യാഥാർത്ഥ്യമായി. 1915 മഹാത്മാഗാന്ധിയുടെ വരവോടെയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഏകീകൃത രൂപവും സ്വഭാവവും കൈവരുന്നത്. 20 വർഷത്തോളം ഇന്ത്യക്ക് അപരിചിതനായിരുന്ന ഗാന്ധിയുടെ വരവോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം കൂടുതൽ വീറും വാശിയോടും കൂടെ അതിൻ്റെ ഉന്നതിയിലെത്തി. നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്കുള്ള കടന്നുവരവ്. 1919 സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിലെ എക്കാലത്തെയും വലിയ കൂട്ടക്കൊലയായ ജാലിയൻ വാലാബാഗ് അരങ്ങേറി. അക്കാലയളവിൽ തന്നെ കേരളത്തിൽ മലബാറിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നു. 1921 മലബാർ കലാപം അതിൻ്റെ ഏറ്റവും ധീരോദാത്തമായ ഏടാണ്. അക്കാലങ്ങളിൽ തന്നെയാണ് രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യക്കുരുതിയും അരങ്ങേറിയത്. വാഗൺ ട്രാജഡി എന്ന് പേരിട്ട് നമ്മൾ ഇന്നും ആ കൂട്ട മനുഷ്യക്കുരുതിയുടെ ഓർമ്മ വഹിക്കുന്നു. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ ഒരു ട്രെയിൻ വാഗണിൽ കുത്തി നിറച്ചു കൊണ്ടുപോയി ശ്വാസം കിട്ടാതെ 70ഓളം മനുഷ്യജീവനുകൾ പിടഞ്ഞു മരിച്ചു. ഈ നവംബറിൽ അതിൻ്റെ 100ാം വാർഷികം വരുന്നു. 1930 അതിപ്രശസ്തമായ നിയമലംഘനമായ ഉപ്പുകുറുക്കൽ നടന്നത്. ദണ്ഡിയാത്ര എന്ന പേരിൽ ഗാന്ധിയുടെ സമരയാത്ര. 1942 ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നിട്ടും 1950 വരെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഡൊമീനിയനായി പ്രവർത്തിച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവുകയും ചെയ്തു. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് പാടിയത് കുമാരനാശാനായിരുന്നു ആദ്യം. ഇന്നും സ്വാതന്ത്ര്യത്തിന്റെ അമൃതം ഈ 75ാം വർഷവും നമ്മൾ നുകർന്നുകൊണ്ടേയിരിക്കുന്നു.
ജില്ലയിലും 75ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. MSP പരേഡ് മൈതാനത്ത് നടന്ന പരിപാടിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തി. ദേശീയതയിൽ വിഷം ചേർക്കാനുള്ള ശ്രമത്തെ ചെറുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യദിനം ജില്ലാ ആസ്ഥാനത്ത് ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കിയാണ് പരിപാടികൾ നടന്നത്. രാവിലെ 9 മണിക്ക് ജില്ലയുടെ ചുമതലയുള്ള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തി. ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആദരവ് നൽകേണ്ടതുമാണ്. മതേതര മൂല്യങ്ങളിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായി രൂപപ്പെട്ട ദേശീയത ഐക്യബോധത്തോടെ കാത്തുസൂക്ഷിക്കണമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. സങ്കുചിത വികാരങ്ങളിൽ പടുത്തുയർത്തുന്ന കപട ദേശീയത അപകടകരമാണ്. പ്രത്യേക അടയാളത്തിന്റെയോ ആചാരത്തിന്റെയോ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ശീലങ്ങളും ചിന്തകളും ഐക്യബോധത്തിനല്ല ഭിന്നിപ്പിനാണ് വഴിവെക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കൊടിയ ചൂഷണങ്ങൾക്ക് വിധേയരായി ഒരു ജനത അഭിമാന ബോധത്തോടെ തലയുയർത്തിയെന്ന് ഒരുമയോടെ പടപൊരുതിയതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് ആർജവത്തോടെ മുന്നേറാനും ആ മുന്നേറ്റത്തിൽ ജീവൻ പോലും ബലിയർപ്പിക്കാനും സന്നദ്ധരായ നിരവധിയായ ധീര രക്തസാക്ഷികൾ നേടിത്തന്നതാണ് സ്വാതന്ത്ര്യം. ആ പോരാളികളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ന്. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കേണ്ടതാണ് സ്വാതന്ത്ര്യദിനം. എന്നാൽ തുടർച്ചയായ 2ാം വർഷവും കോവിഡിന്റെ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ ദിനാചരണം. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. ഈ പ്രതിസന്ധിയിലും കേരളം അതിജീവനത്തിലുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്. കാലവർഷക്കെടുതിയെ അതിജീവിച്ച് നവീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് നാട് ജീവനമായ സാഹചര്യത്തിലേക്കാണ് കോവിഡിന്റെ കടന്നുവരവ്. ലോകത്തെയാകെ ഇത്രയധികം പ്രതിസന്ധിയിലാഴ്ത്തിയ മറ്റൊരു അനുഭവം സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ ജീവിതക്രമം അടിമുടി മാറ്റപ്പെട്ടു. സർവ്വമേഖലകളും നിശ്ചലമായി. ഉൽപാദന പ്രവർത്തനങ്ങൾ നിലച്ചു. തൊഴിൽ നഷ്ടമായി. ജാതി മത വ്യത്യാസമില്ലാതെ, സാമ്പത്തിക വേരുകൾ ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കോവിഡ് പ്രയാസത്തിലാക്കി. പ്രതികൂല സാഹചര്യങ്ങളിലും കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകാൻ കേരളത്തിന് സാധിച്ചു. സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുന്നതിനും വിദഗ്ധരുടെ അഭിപ്രായം കണക്കിലെടുത്തും നടത്തിയ ആസൂത്രിതമായ സമീപനമാണ് ഈ മികവിന് അടിസ്ഥാനം. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവിയും MSP കമാൻഡന്റുമായ എസ് സുജിത് ദാസ്, ജില്ലാ വികസന കമ്മീഷണർ എസ് പ്രേംകൃഷ്ണൻ, അസിസ്റ്റന്റ് കളക്ടർ സഫ്ന നസീറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. MSP ആംഡ് പോലീസ് ഇൻസ്പെക്ടർ VC ഉണ്ണികൃഷ്ണൻ പരേഡ് നയിച്ചു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ സെക്കൻഡ് ഇൻ കമാൻഡറായി. MSP വനിതാ പോലീസ്, ലോക്കൽ പോലീസ്, AR വിഭാഗം, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ 5 പ്ലറ്റൂണുകളാണ് പരേഡിൽ അണിനിരന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, NCC ജൂനിയർ ഡിവിഷൻ പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തില്ല. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവിയും MSP കമാൻഡന്റുമായ എസ് സുജിത് ദാസ് എന്നിവരും
പരേഡിനെ അഭിവാദ്യം ചെയ്തു. പി ഉബൈദുള്ള MLA, മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി, കോവിഡ് മുന്നണി പോരാളികളെ പ്രതിനിധീകരിച്ച് ആരോഗ്യ പ്രവർത്തകരായ ഷാൻഡി തോമസ്, TR ജിസ്വിൻ, ഹവ്വ ഉമ്മ, കൃഷ്ണൻ ചെരള, ബാലകൃഷ്ണൻ, സന്നദ്ധ പ്രവർത്തകനായ മുഹമ്മദ് ഷഫീഖ്, സോബിൻ മൂർക്കത്ത്, ഉമ്മർ ഫൈസൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരായ M രാജേഷ്, രാജീവൻ, അബ്ദുൽ കരീം എന്നിവർ സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു. വിവിധ സേനാ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും സേനാംഗങ്ങൾക്കുള്ള മെഡൽ വിതരണവും മറ്റു സാംസ്കാരിക പരിപാടികളും ഇത്തവണ ഉണ്ടായിരുന്നില്ല. മൗലികാവകാശം കാത്തുസൂക്ഷിക്കാൻ പുതുതലമുറ തയ്യാറാവണമെന്ന് സബ് കളക്ടർ സുരേഷ് ഷാജി പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും കോവിഡ് മുക്ത കേരളത്തിനായി ഒരുമിച്ച് പോരാടണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കോടതി പരിസരത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് V പത്മകുമാർ പതാക ഉയർത്തി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് CI ജിജോയും പതാക ഉയർത്തി. സർക്കാർ ഓഫീസുകളിൽ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ ജീവനക്കാർ തയ്യാറാവണം. അനാവശ്യമായി സാധാരണക്കാരെ സർക്കാർ ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്ന ശീലം ഒഴിവാക്കണം. കഴിയുന്ന സേവനങ്ങൾ യഥാസമയം ചെയ്തു കൊടുക്കണം. മൗലികാവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പുതുതലമുറ തയ്യാറാവണമെന്നും സബ് കളക്ടർ സൂരജ് ഷാജി IAS സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തിരു താലൂക്ക് ഓഫീസ് പരിസരത്ത് സബ് കളക്ടർ ദേശീയ പതാക ഉയർത്തി. ഇന്ന് രാജ്യത്തിൻ്റെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഏവർക്കും കിട്ടിയ വലിയൊരു നമ്മൾ മറക്കാതെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൗലികാവകാശമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും മറക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓടൊപ്പം തന്നെ നമ്മുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയായ നമ്മുടെ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ട കുറേ കർമ്മങ്ങളാണ്. അതിനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ നമ്മൾ ഏവർക്കും ചെയ്തു കൊടുക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസുകളിൽ വരുന്ന ഒരുപാട് ജനങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താതെ പറ്റുന്ന രീതിയിൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ അവരുടെ ഫയലുകളും അവരുടെ റിക്വസ്റ്റുകളും തീർപ്പാക്കേണ്ടത് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ഈ രാജ്യത്തിൽ ശരിക്കും സ്വാതന്ത്ര്യം ഓരോ പൗരനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറക്കാതെ നമുക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക. എന്നാൽ മാത്രമേ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിക്കുമുള്ള ബെനിഫിറ്റ് നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും കിട്ടും. തഹസിൽദാർ P ഉണ്ണി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളുടെയും സ്ഥിതി അപകടത്തിലാണെന്നും ജനാധിപത്യം നിലനിൽക്കുന്നത് ജുഡീഷ്യറിയിലാണെന്നും സാധാരണക്കാരുടെ അവസാനത്തെ ആശ്രയം ജുഡീഷ്യറിയാണെന്നും ജില്ലാ ജഡ്ജ് NR കൃഷ്ണകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കോടതികളുടെ പ്രവർത്തനവും താറുമാറായിട്ട് ഇരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളുടെ അവസ്ഥ. എന്നാൽ നമ്മുടെ ഈ രാജ്യം ജനാധിപത്യം ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെല്ലാം ഭാഗവക്കായ ഈ ജുഡീഷ്യറിയുടെ ഇടപെടലുകളാണ്. എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവസാനത്തെ ആശ്രയമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ കോടതികളാണ്. ആ ഒരു വിശ്വാസം നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കോടതി പരിസരത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P പത്മകുമാർ പതാക ഉയർത്തി. സെക്രട്ടറി അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, മജിസ്ട്രേറ്റ് P സുഷമ, മുൻസിഫ് നാരായണൻ, KCA പ്രസിഡന്റ് റിയേഷ് കോയിശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. തിരു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് CI MJ ജിജോ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ദേശീയ പതാക ഉയർത്തി. SI-മാരായ ജോസഫ്, ഉദയകുമാർ, ബിജു പോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ അങ്കണത്തിൽ ചെയർപേഴ്സൺ AP നസീമ പതാക ഉയർത്തി. രാജ്യത്ത് നിലനിൽക്കുന്ന ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും കോവിഡ് മുക്ത കേരളത്തിനായി ഒരുമിച്ച് പോരാടണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. നമുക്കറിയാം, ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ ഫലമായി നമ്മളെല്ലാവരും ഇന്ന്
വളരെ സന്തോഷത്തോടെ ഇന്ത്യയുടെ മതേതരത്വവും ഐക്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത് ഒരുപാട് പേരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. നമുക്ക് ഇനിയും ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കാനും നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും രാജ്യത്തിൻ്റെ ഐക്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കുവാൻ നമ്മുടെ നാടിന് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, കൗൺസിലർമാരായ എസ് ഗിരീഷ്, നിർമ്മല കുട്ടിക്കൃഷ്ണൻ, സലാം മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പതാക ഉയർത്തി. താലൂക്കിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത്. ഭാരത സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ABVP. താനൂരിൽ ABVP സംസ്ഥാന സെക്രട്ടറി MM ഷാജി ദേശീയ പതാക ഉയർത്തി. ശക്തികൾക്ക് കീഴിൽ അടിമകളായി നിന്നുകൊണ്ട് അവരുടെ എല്ലാവിധ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിൽ പോലും സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം, സ്വന്തം കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെടുന്ന സാഹചര്യം, രക്തബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്ന സാഹചര്യം, അങ്ങനെ വർഷങ്ങളോളം നീണ്ട ആ അടിമത്വ ഭരണത്തിൽ നിന്നും ഭാരതം സ്വതന്ത്രയാണെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ വലിയ രീതിയിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഉൾപ്പെടുന്നവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. അതിന് മുൻനിരയിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിന് നേതൃനിരയിലേക്ക് ഒരുപാട് മഹാത്മാഗാന്ധിയെ പോലെ, സുഭാഷ് ചന്ദ്ര ബോസിനെ പോലുള്ളവർ മുൻനിരയിൽ വന്ന സമയത്ത്, ഝാൻസി റാണിയെ പോലുള്ളവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടിയ സമയത്ത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഭാരത സ്വാതന്ത്ര്യ ലബ്ധിയുടെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ABVPയുടെ പരിപാടികൾക്ക് തുടക്കമായി. ഏക് ഗാവ് ഏക് തിരങ്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ABVP അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി താനൂരിൽ ABVP സംസ്ഥാന സെക്രട്ടറി MM ഷാജി ആസാദി അറ്റ് 75 ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ 1500-ലധികം വരുന്ന ഗ്രാമങ്ങളിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങൾക്ക് കേരളത്തിലും ABVP തുടക്കം കുറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ABVP സംസ്ഥാന പ്രവർത്തക സമിതി അംഗം TB അഭിലാഷ്, വാർഡ് കൗൺസിലർ ഷീന പള്ളത്ത, K നാരായണൻ, KP അനിൽകുമാർ, K അഖിൽ, വിനുലാൽ, M വിധു, സോമൻ, ഉണ്ണി, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊടിയത്തൂർ സംഘത്തിൽ ഉൾപ്പെട്ട ഹബീബ് റഹ്മാൻ, മുഹമ്മദ് നാസ് എന്നിവരാണ് പിടിയിലായത്. മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുക്കം കൊടിയത്തൂർ സംഘത്തിലെ 2 പേർ കൂടി പിടിയിലായി. സഹോദരങ്ങളും കൊടിയത്തൂർ സ്വദേശികളുമായ എല്ലേങ്കൽ ഷബീബ് റഹ്മാൻ 26 വയസ്സ്, മുഹമ്മദ് നാസ് 22 വയസ്സ് എന്നിവരെയാണ് മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടിയത്. മുംബൈയിൽ മയക്കുമരുന്ന് വിപണനത്തിന് കുപ്രസിദ്ധിയാർജിച്ച മസ്ജിദ് ബന്ദർ എന്ന സ്ഥലത്ത് ചേരിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇവർ വയനാട്, കൊടൈക്കനാൽ, ഊട്ടി എന്നിവിടങ്ങളിലെല്ലാം സഞ്ചരിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പിന്നീട് ഇവരുടെ സഹോദരന്റെ ഗൾഫിലെ പരിചയത്തിലുള്ള കൂട്ടുകാരനെ മുംബൈയിലുള്ള ബന്ധം മനസ്സിലാക്കിയ അന്വേഷണ സംഘം അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും കൊടിയത്തൂർ സംഘത്തിലെ സഹോദരങ്ങളടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായ പ്രതികൾക്ക് കൊടുവള്ളി, ചെർപ്പുളശ്ശേരി, താമരശ്ശേരി ഭാഗങ്ങളിലുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ളതായി സംശയമുണ്ട്. ഇവരിൽ നിന്നാണ് മുംബൈയിലുള്ള പ്രതികളെക്കുറിച്ചും വിവരം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കൂട്ടായി SHM UP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ CK ജോൺ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ കൈമാറി. थर्राई है धरा गगन तक गूंजी जिसकी वाणी, तोड़ गुलामी की जंजीरें आजादी है पानी. സ്വാതന്ത്ര്യദിന സന്ദേശം നടത്തുന്ന വ്യത്യസ്തമായ ഒട്ടേറെ പരിപാടികളാണ് കൂട്ടായി SHM UP സ്കൂളിൽ ഓൺലൈനായി നടത്തിയത്. വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും പരിപാടിയിൽ പങ്കാളികളായി. നമസ്കാരം, ഞാൻ ജസ്വിൻ. എൻ്റെ ഭൂമി ഭാരതം എത്ര സുന്ദരം, കർമ്മധീരർ വീണ്ടെടുത്ത ജന്മനാടു ഭാരതം. ദേശീയ പതാക നിർമ്മാണം, ചിത്രരചന, ദേശഭക്തി ഗാനാലാപനം, സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടവരുടെ വേഷമിട്ടുള്ള വീഡിയോ, പ്രസംഗം, കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയ പരിപാടികളോടൊപ്പം കുട്ടികൾ പരസ്പരം സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറുകയും ചെയ്തു. എൻ്റെ നാട് എൻ്റെ നാടു ഭാരതം,
കേളിക്കൊട്ടിക്കുരവയിട്ടു ചരിതമോദി ഐക്യമേകി സഹനമോദി ശാന്തി തീർത്തു പാടി വരുന്നൊരെൻ്റെ നാട് ഭാരതം. വിദ്യാലയത്തിലെ സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടിയിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൂട്ടായി SHM UP സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാഷ്ട്രം 75ാം വയസ്സിലേക്ക് കടക്കുകയാണല്ലോ. ഇന്ത്യ സ്വതന്ത്രയായിട്ട് 3/4 നൂറ്റാണ്ട് ആവുകയാണ്. ഈ സുദിനത്തിൽ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും എന്ന പോലെ നമുക്ക് ആദ്യമായി സ്മരിക്കാനുള്ളത്, ഓർമ്മിക്കാനുള്ളത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തി യാതന അനുഭവിച്ച സ്വാതന്ത്ര്യ സമര പോരാളികളെയാണ്. വർത്തമാനകാലത്തിൽ കുട്ടികളുടെ മനസ്സുകളിൽ ഗാന്ധിജിയുടെ ജീവിതം ഒരു പാഠമായി ഉണ്ടാകണമെന്നും ത്യാഗപൂർണ്ണമായ സമരപോരാട്ട ചിത്രങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ ഊർജ്ജമായി മാറട്ടെ എന്നും അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനാധ്യാപകൻ CK ജോണും കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് CP. പ്രിയമുള്ളവരെ, സ്വതന്ത്ര ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷം ഇക്കുറി ഓൺലൈനായിട്ട് നടക്കുകയാണ്. അനേകം ആളുകളുടെ ജീവത്യാഗത്തിന്റെയും സഹന സമരങ്ങളുടെയും പരിണിത ഫലമായി ലഭിച്ച ഈ സ്വാതന്ത്ര്യം നാം ഓരോരുത്തരും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കുമാരനാശാൻ പാടിയതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയണമെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാതായാൽ മാത്രമേ. മുജീബിനോടൊപ്പം വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും കുട്ടികൾക്കായി സ്വാതന്ത്ര്യദിനാശംസകൾ കൈമാറി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തിരൂർ മുനിസിപ്പൽ SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫ്രീഡം മീറ്റും വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ മക്ബറ സിയാറത്തും സംഘടിപ്പിച്ചു. തിരൂർ മുനിസിപ്പൽ SYS കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫ്രീഡം മീറ്റും വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ മക്ബറ സിയാറത്തും സംഘടിപ്പിച്ചു. കോരങ്ങത്ത് മഹല്ല് ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സമസ്ത മലപ്പുറം ജില്ലാ മുഷാവറ അംഗം സലാഹുദ്ദീൻ ഫൈസി എന്നിവർ പതാക ഉയർത്തി. മുതൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമാണ്. അഭിമാനകരമായ അസ്തിത്വമുള്ള എല്ലാ മനുഷ്യനും സ്വാഭിമാനം ഒത്തൊരുമയോടുകൂടെ ജീവിക്കാൻ പര്യാപ്തമായ അവനവൻ്റെ ആശയാദർശങ്ങളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയ ആ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരെ മുഴുവനും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ഇന്ത്യയുടെ അഭിമാന പതാക ഉയർത്തുകയാണ് ഇവിടെ വെച്ച് ഇന്ന് തിരൂർ മുനിസിപ്പൽ SYSന്റെ കീഴിൽ നാം ചെയ്തിട്ടുള്ളത്. മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സലീം നടുവിലങ്ങാടി സ്വാഗതം പറഞ്ഞു. സിദ്ദിഖ് ഹാജി തറമ്പൽ അധ്യക്ഷനായിരുന്നു. പൂന്തല ഇസ്മായിൽ ഹാജി, അബൂബക്കർ ഫൈസി ചമ്ര, യൂനിസ് കോരങ്ങത്ത്, ബഷീർ ഹാജി തുറുവായിൽ, ഏനി പഴങ്കുളങ്ങര, കുഞ്ഞാപ്പു ഹാജി, നിസാർ ഹാജി, നൌഷാദ് തെക്കേക്കളം, ഷിയാബ് തൂബിൽ, സുബൈർ പാൻവസാർ, അഷ്റഫ് പൂക്കയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരിപാടികളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഡൗൺ ബ്രിഡ്ജ് തിരൂർ. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഡൗൺ ബ്രിഡ്ജ് തിരൂർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ലബ് പരിസരത്ത് നടന്ന പരിപാടിയിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. എല്ലാവരെയും വളരെയധികം അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ ഡൗൺ ബ്രിഡ്ജ് വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി. ഒരു ക്ലബും ഇതുവരെയായിട്ട് മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്നും ഒരു വിധത്തിലുള്ള സഹായങ്ങൾ നേടാതെ ഒരുപക്ഷെ ക്ലബ്ബുകൾ സ്വന്തം മനസ്സുകൊണ്ട് അവരുടെ പ്രയത്നം കൊണ്ട് മാത്രം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴി പോകുമ്പോൾ ഒരു പെരുന്നാളിന്റെ സമയത്ത് ഇവർ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കാരണം ഒരുപാട് പട്ടിണിയായി നിൽക്കുന്ന സമയത്ത് തെരുവിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഇവരെ കൂടെ അന്ന് പങ്കെടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. ഇന്നും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നല്ല രീതിയിലുള്ള ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഡൗൺ ബ്രിഡ്ജിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ നന്മയും പ്രാർത്ഥനകളും അറിയിക്കുന്നു, എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓൺലൈൻ പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചെയർപേഴ്സൺ നിർവഹിച്ചു. പട്ടാമ്പി സ്വദേശി വി ടി ശ്വാദ, തിരു സ്വദേശികളായ നിള ജെ പ്രകാശ്, ഭവ ജെ പ്രകാശ് എന്നിവരാണ് പ്രസംഗ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത്. ഒളിമ്പിക്സിൽ രാജ്യത്തിന് അഭിമാനമായ മലയാളി ഹോക്കി താരം PR ശ്രീജേഷിന് ചടങ്ങിൽ അഭിനന്ദനം നേർന്നു. പരിപാടിയിൽ ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് വി അഷ്റഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി AP ഷെഫീഖ്, T അബ്ദുൽ വഹാബ്, OP ഇസാഖ് മുഹമ്മദ് അലി, നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർ KP ജിനീഷ്, PB ഷംനാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ചെമ്പ്ര IUP സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളുടെ ഓൺലൈനായി ആഘോഷിച്ചു. അധ്യാപകർക്കും കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മൾ ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനമല്ലേ ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിക്കപ്പെട്ടു. ചെമ്പ്ര IUP സ്കൂളിൽ ഓൺലൈൻ വഴി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനാധ്യാപിക മിനി KR, മാനേജർ അബ്ദുൽ ലത്തീഫ് മൂപ്പൻ, PTA പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഭാരതം ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. വിദേശ മേധാവിത്വത്തിൽ നിന്ന് ഗാന്ധിജിയും നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളും പൊരുതി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ചു. ആ ഓർമ്മ പുതുക്കലാണ് ഓഗസ്റ്റ് 15. കുഞ്ഞുങ്ങളായ നിങ്ങൾ നാളത്തെ നാടിന്റെ വാഗ്ദാനങ്ങളാണ്. ഇങ്ങനെ നമ്മൾ നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് പറയില്ല എന്ന പ്രതിജ്ഞയാണ് ഇവിടെ പുതുക്കേണ്ടത്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നതായിരിക്കണം നമ്മൾ മനുഷ്യരാശിക്ക് നൽകേണ്ട സന്ദേശം. ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ പൂർവികർ നടത്തിയ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാരന്റെ ദുർഭരണത്തിനെതിരെ പൊറുതുമുട്ടിയ ഭാരത ജനത ധീരദേശാഭിമാനികളായ സ്വതന്ത്ര സമര നായകന്മാരുടെ കീഴിൽ ഒരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. നാം ഇന്ന് 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ വേളയിൽ ഇതിനുവേണ്ടി പ്രയത്നിച്ച നേതാക്കളെ ഓർക്കേണ്ടതുണ്ട്. അവരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ലഭിച്ചത്. അവർ ചെയ്ത അനുസ്മരണം കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ദേശീയ ഗാനം, ദേശഭക്തി ഗാനം, സ്വാതന്ത്ര്യദിന ക്വിസ്, നാണയങ്ങളിൽ തെളിയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, സ്വാതന്ത്ര്യദിന സേനാനികളുടെ വേഷം ധരിച്ച അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കൽ തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ കുട്ടികൾ ഓൺലൈനായി പങ്കെടുത്തു. നമസ്കാരം, ഞാൻ സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹത്തോടെ നേതാജി എന്ന് വിളിക്കുന്നു. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അഹോരാത്രം പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഞാൻ. ബ്രിട്ടീഷുകാരുടെ കാൽക്കീഴിൽ കിടന്ന് ജീവിക്കുന്ന സ്വാതന്ത്ര്യമല്ല ഭാരതത്തിന് വേണ്ടത്. പൂർണ്ണമായ സ്വരാജ്യ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അധ്യാപകരായ ജംഷീർ വിശാരത്ത, ഖൈറുന്നിസ, റിഷാന, മുഹസിന തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ അപ്പാരൽ സെന്ററിന് തുടക്കമായി. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുനരധിവാസവും സാമൂഹിക സാമ്പത്തിക സുരക്ഷയും ലക്ഷ്യം വെച്ചാണ് അപ്പാരൽ സെന്റർ ആരംഭിക്കുന്നത്. SSM പോളിടെക്നിക് ചെയർമാൻ K. കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 75ാമത് സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ അദ്വൈത ലീഡ്സ് എന്ന പേരിൽ അപ്പാരൽ ഡിസൈൻ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ സെന്ററിന് തുടക്കമായി. SSM പോളിടെക്നിക്കിന് കീഴിലുള്ള സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ലീഡ്സ് ജില്ലയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൂട്ടായ്മയായ അദ്വൈത കൾച്ചറൽ സൊസൈറ്റിയുമായി ചേർന്നാണ് അദ്വൈത ലീഡ്സ് അപ്പാരൽ സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം തൃക്കണ്ടിയൂരിൽ SSM പോളിടെക്നിക് ചെയർമാൻ K. കുട്ടി അഹമ്മദ് കുട്ടി നിർവഹിച്ചു. പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ്.
അപ്പോൾ ഇവിടെ പോളിടെക്നിക്കിൽ സമർത്ഥരായ ഒരുപാട് അധ്യാപകരുണ്ട്, അധ്യാപികമാരുമുണ്ട്. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം തന്നെ സാമൂഹ്യ സേവന രംഗത്തിറങ്ങുകയാണ്. ഈ സ്ഥാപനത്തിന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന്, സാമൂഹ്യ വികാസത്തിന്, വികസനത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായാണ് ഇവിടെ വന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിവേചനം നേരിടുകയും അപഹസിക്കപ്പെടുകയും ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിക്ക് ഞങ്ങൾ കൂടെ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ രേഖകൾ കൈമാറി. തിരു പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രദീപ് അയ്യൂർ അതിഥിയായിരുന്നു. പോളിടെക്നിക് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർഗിൽ യുദ്ധ സൈനികൻ N ജയപ്രകാശ് നായരെയും ജില്ലയിൽ വനിതകൾക്കായി 1000-ലധികം തൊഴിൽ സംരംഭങ്ങൾ സ്ഥാപിച്ച A സഫ്നയെയും ചടങ്ങിൽ ആദരിച്ചു. നെഹാസി മേനോൻ, മുജീബ് താനാളൂർ, ഹാഷിം S അൻവർ, ആബിദ ചമ്ര, N സൈഫുന്നിസ, PS നസീമ, ഷാജി ജോർജ്, ദിൽഹ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള ഭാഷാ പിതാവിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് തിരൂർ നിവാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. പ്രസ്ഥാനങ്ങളെ പഴിചാരിക്കൊണ്ടുള്ള രാഷ്ട്രീയ വടംവലികൾ അവസാനിപ്പിച്ച കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും തിരൂർ നിവാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛനെ മതപരമായും രാഷ്ട്രീയപരമായും വേർതിരിക്കാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രമം പ്രഹസനമാണെന്ന് തിരൂർ നിവാസി കൂട്ടായ്മ പറഞ്ഞു. വളരെ കാലങ്ങളായി നമ്മളേവരും മലയാള സമൂഹം മൊത്തം, ലോകത്തുള്ള മലയാളി സമൂഹം മൊത്തം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് തുഞ്ചത്ത് ആചാര്യൻ്റെ അർഹമായ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഒരു സ്മരണ നിലനിർത്താൻ ഒരു പ്രതിമ നമ്മുടെ നാട്ടിൽ വരണം എന്നുള്ളത്. അപ്പോൾ പല പ്രാവശ്യം പല രീതിയിലും പല ഭാഗങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും എല്ലാവർക്കും നമ്മളിതിൻ്റെ നിവേദനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി രാഷ്ട്രീയപരമായ രീതിയിലേക്ക് ഈ സംവിധാനത്തിനെ വലിച്ചേക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയപരമായും മതപരമായും വേർതിരിക്കേണ്ട ഒരു വ്യക്തിത്വമല്ല തുഞ്ചത്ത് ആചാര്യൻ. കേന്ദ്ര സർക്കാർ അധികാരത്തിലേറി 8 വർഷമാവാറായിട്ടും മലയാള ഭാഷാ പിതാവിന്റെ ഒരു ഛായാചിത്രം പോലും റെയിൽവേ സ്റ്റേഷനിലോ പരിസരത്തോ സ്ഥാപിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സമരവുമായി ഇറങ്ങിത്തിരിക്കുന്നത് മലയാള സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും അത്തരം മത രാഷ്ട്രീയ പ്രസ്ഥാനം ആത്മാർത്ഥമായാണ് മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി തുഞ്ചൻ നഗർ എന്നാക്കി മാറ്റുകയും റെയിൽവേ സ്റ്റേഷന് മുൻവശം ആചാര്യന്റെ പ്രതിമ സ്ഥാപിച്ച് അത് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കേന്ദ്ര സർക്കാരിൻ്റെ 8 വർഷത്തോളമായി, അങ്ങനെ 8 വർഷമായിട്ടും ഈ ഒരു സംവിധാനം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൽ സ്ഥാപിക്കാനോ മറ്റുള്ളതിനോ നടക്കാത്ത പ്രസ്ഥാനം മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സമരങ്ങളുമായിട്ട് മുന്നെടുക്കണമെന്ന് ഒരു നാടകമാണെന്ന് നമ്മൾ പറയും. പ്രഹസനമാണത്. ആ പ്രഹസനങ്ങൾ അല്ല നമുക്ക് ആവശ്യം. ഈ പ്രഹസനങ്ങളില്ലാണ്ട് എല്ലാ രാഷ്ട്രീയ മതരാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ആചാര്യന്, മലയാള ഭാഷാ പിതാവായ നമ്മളെ തുഞ്ചത്തെഴുത്തച്ഛൻ ആചാര്യന് അർഹമായ പ്രാതിനിധ്യത്തോടുകൂടി ഒരു പ്രതിമ സ്ഥാപിക്കണം. അതുമാത്രമല്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേര് നൽകി തിരൂർ റെയിൽവേ സ്റ്റേഷനെ തിരൂരിന് തുഞ്ചൻ നഗർ എന്നാക്കി മാറ്റുകയാണ് വേണ്ടത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ രാഷ്ട്രീയമായും മതപരമായും വർഗീയവൽക്കരിക്കരുത് എന്നാണ് തിരൂർ നിവാസി കൂട്ടായ്മയ്ക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്ന വിഷയവുമായിട്ട് ധർണയും സമരവുമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായിട്ട് ഇത്തരം പ്രവൃത്തിയിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തിരൂരിൽ പ്രവർത്തിക്കുന്ന തിരൂർ നിവാസി കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്, തിരൂർ നിവാസി കൂട്ടായ്മയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥലം അനുവദിച്ച് തരികയാണെങ്കിൽ അവിടെ പ്രതിമ ഉണ്ടാക്കാൻ തിരൂർ നിവാസി കൂട്ടായ്മ മുഴുവൻ ചെലവും തിരൂർ നിവാസി കൂട്ടായ്മ വഹിച്ച് പ്രതിമ ഉണ്ടാക്കാൻ തിരൂർ നിവാസി കൂട്ടായ്മ തയ്യാറാണ് എന്നാണ് ഈ അവസരത്തിൽ ഭാരവാഹികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അരുൺ ചമ്ര, മുബാറക് കൊടപ്പനക്കൽ, ബിജു അമ്പായത്തിൽ, ഷബീർ നെല്ലിയാളി, TG സുരേഷ്, AK കൃപാധരൻ എന്നിവർ സംബന്ധിച്ചു. നിർഭയ ഇന്ത്യക്കായി നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് AIYF തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആസാദി സംഗമം CPI കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു.
തെക്കുമുറി ജീനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ആസാദി സംഗമം CPI കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നിർഭയമായി ഉള്ള മനസ്സുള്ള ഒരു നാട്, ശിരസ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്, അത്തരം ഒരു നാടായിരിക്കണം പ്രിയപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ നാടെന്ന് ടാഗോർ പറഞ്ഞു വെക്കുന്നുണ്ട്. ടാഗോർ മാത്രമല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പടനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിക്കലിൽ ജീവൻ ബലിയർപ്പിച്ച 10,000 കണക്കിന് മനുഷ്യൻ്റെ ഒക്കെ സ്വപ്നം നിർഭയമായി ജീവിക്കുന്ന ഒരു നാടാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വൈവിധ്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നിങ്ങളുമൊക്കെ ക്ലാസ് മുറികളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാചകങ്ങളൊന്നതാണ്, ഇന്ത്യ എൻ്റെ നാടാണ്. AYF തിരൂർ മണ്ഡലം പ്രസിഡന്റ് ബൈജു അരിക്കാഞ്ചിറ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം രജീഷ് കാടായിൽ, CPI തിരൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി B നന്ദൻ മാസ്റ്റർ, TJ രാജേഷ്, സജുൽ കുറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യൂബ് എളക്കാടൻ, റിയാസ് തിരൂർ, ജാവേദ്, അരുൺ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റെഡ് ആർമി തെക്കുമുറിയുടെ നേതൃത്വത്തിൽ EK നായനാർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാല പ്രവർത്തനം ആരംഭിച്ചു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ തെക്കുമുറി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെഡ് ആർമിയുടെ നേതൃത്വത്തിൽ EK നായനാർ സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പെരുമാറ്റ രീതിയെ എല്ലാം സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യാൻ കരുത്തുള്ള ഒന്നാണ് ഗ്രാമീണ ലൈബ്രറി. നമ്മുടെ മേഖലയിൽ ഏതൊക്കെയോ വീടുകളിൽ അവരുടെ അലമാരകളിൽ അവരുടേത് മാത്രമായി ഇരുന്നിരുന്ന പുസ്തകങ്ങൾ ഇവിടുത്തെ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ സമീപിച്ച് സമാഹരിച്ച് ഏകദേശം 1000-ഓളം പുസ്തകമായി ഒരു ലൈബ്രറി എന്ന നിലയിൽ നിങ്ങളിപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആ പുസ്തകം ഏത് വീട്ടിലാണോ ഇരുന്നിരുന്നത് അതുപോലെ ഇവിടുത്തെ അലമാരയിലും ഇരിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു ലൈബ്രറിയാണ്. മറിച്ച് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാൽ ഒരു പുസ്തകം എടുത്തു കൊണ്ടുപോയി വായിച്ചാൽ അതിൻ്റെ സ്വാധീനം ആ വായിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുവഴി നാടിനും ലഭ്യമാകും. ഹസൻ ചക്കുങ്ങൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CP സലീം, ബാബു മാലോൾ, CPM ഏരിയ സെക്രട്ടറി അംസക്കുട്ടി, ഡോക്ടർ ഫൈസൽ, അജിത് ടീച്ചർ, ഹുസൈൻ ഏഴൂർ, കൗൺസിലർമാരായ നന്ദൻ, സീതാലക്ഷ്മി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. STPI ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഒഴൂർ പഞ്ചായത്തിലെ പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾക്കാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗവും ചെറുവണ്ണ പഞ്ചായത്ത് അംഗവുമായ V മൻസൂർ മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് നൽകി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻകുട്ടി, താനൂർ, അബ്ദു, ഷിഹാബ്, ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 18,582 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,22,970 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 15.11%. 102 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 18,601 20,089 പേർ രോഗമുക്തി നേടി. കേരളത്തിലെ കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ദിനംപ്രതി കുറവ് വരുന്നുണ്ട്. 18,582 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 2,681 പേർക്കാണ് മലപ്പുറത്ത് രോഗം. 24 മണിക്കൂറിനിടെ 1,22,970 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.11% ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 102 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 18,601 17,626 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 141 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 747 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 20,089 പേർ രോഗമുക്തരായി. ഇതോടെ 1,78,630 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 34,92,367 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. 87 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 634 വാർഡുകളാണ് WIPR 8 മുകളിലുള്ളത്. ഇവിടങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. മലപ്പുറത്തും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ്. 2,681 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. DPR 19.35% ഉയർന്നു. 2,987 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,802 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്.
മലപ്പുറം ജില്ലയിലും രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. 2681 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 19.35% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഞായറാഴ്ച മാത്രം 2987 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിലാകെ രോഗമുക്തനായവരുടെ എണ്ണം 4,20,168 ആയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2580 പേർ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതരായത്. 14 പേർക്ക് രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 84 പേർക്കും രോഗബാധയുണ്ടായി. 80,213 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 31,038 പേർ ചികിത്സയിൽ കഴിയുന്നു. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 837 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 355 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 167 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 382 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1802 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU കമ്മിറ്റികൾ സംയുക്തമായി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന പരിപാടി നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സച്ചിമോൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനീഫ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് YP ലത്തീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഷ്കർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിറ TV, ഗ്രാമപഞ്ചായത്ത് അംഗം മനീഷ്, ജാസിം, കുമാരൻ ജനതാ ബസാർ, കൃഷ്ണൻ നമ്പൂതിരി, മുജീബ് പള്ളിക്കാഞ്ഞിരം, ഇജാസ്, ലബീബ് മുബാറക്, ബിലാൽ, ജാസിം CMA, ബഷീർ കല്ലേരി, കുന്നുമൽ ദാസൻ, മൂസ പരന്നേക്കാട, റസാഖ് കമുട്ടകത്ത തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി നിർവഹിച്ചു. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിന്റെ മാത്രം പരിശുദ്ധിയോടുകൂടി നമുക്ക് ലഭിച്ച ഈ രാജ്യം നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങി ആരംഭിച്ചാണ് ഈ മുക്കാൽ നൂറ്റാണ്ട് പിന്നിടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് കാണുന്ന ഈ ഭദ്രതയും കെട്ടുറപ്പും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പുതിയ ഭരണകർത്താക്കൾ, പുതിയതായി നിർമ്മിക്കപ്പെട്ട ബ്യൂറോക്രസി, പുതിയ സംസ്കാരത്തിൽ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കേണ്ടി വന്ന ജനങ്ങൾ, പുതിയ സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കേണ്ടി വന്ന ജനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള തടസ്സങ്ങളായി നിന്നിരുന്നു എന്ന് ആദ്യകാല ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നതിൽ സ്വാതന്ത്ര്യാനന്തര പ്രവർത്തനത്തിൽ നമ്മുടെ ഭരണകർത്താക്കളും ജനങ്ങളും ഒരുമിച്ച് നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇന്ന് കാണുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചടങ്ങിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ കട്ടച്ചിറ അധ്യക്ഷനായിരുന്നു. AK അഷ്റഫ്, വഹാബ് വട്ടം, റഷീദ് രണ്ടത്താണി, KP മോഹൻദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അംസ തയ്യിൽ, ഷെരീഫ ടീച്ചർ, ചിത്ര സുരേഷ്, മൊയ്തീൻ, രവി മാങ്ങാട്രി, വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തിരുതെക്കുമുറിയിലെ പൂക്കേൽ നാരായണൻ നായർ നിര്യാതനായി. 83 വയസ്സായിരുന്നു. റിട്ടയർഡ് അധ്യാപികയായ വസന്തകുമാരിയാണ് ഭാര്യ. CPI തിരുമണ്ഡലം കമ്മിറ്റി അംഗവും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ, രജീഷ് പൂക്കയിൽ, അഡ്വക്കേറ്റ് സുധീർ പൂക്കയിൽ എന്നിവർ മക്കളാണ്. സൗത്താനാര സ്വദേശി പരേതനായ മേലേപ്പീടിയക്കൽ മുഹമ്മദിന്റെ മകൻ യൂസഫ് നിര്യാതനായി. 56 വയസ്സായിരുന്നു. പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. മുസ്ലിം ലീഗ് വാർഡ് ഭാരവാഹി, ദയാശിഹാബ് തങ്ങൾ റിലീഫ് സെൽ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കുഞ്ഞാഴ്ചയാണ് മാതാവ്. സെക്കിന ഭാര്യയും, സൽമാനുൽ ഫാരിസ്, ഫാത്തിമ, നൈമ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ സ്മരണയിൽ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആസാദി കാ അമൃത് എന്നതാണ് ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആപ്തവാക്യം. ജില്ലയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മൗലികാവകാശം കാത്തുസൂക്ഷിക്കാൻ പുതുതലമുറ തയ്യാറാവണമെന്ന് സബ് കളക്ടർ സൂരജ് ഷാജി അഭിപ്രായപ്പെട്ടു. നഗരസഭാ ഓഫീസിൽ ചെയർപേഴ്സൺ AP നസീമ പതാക ഉയർത്തി. കോടതി പരിസരത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് V പത്മകുമാറും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് CI ജിജോയും പതാക ഉയർത്തി. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊടിയത്തൂർ സംഘത്തിൽ ഉൾപ്പെട്ട ഹബീബ് റഹ്മാൻ, മുഹമ്മദ് നാസ് എന്നിവരാണ് പിടിയിലായത്. മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ അപ്പാരൽ സെന്ററിന് തുടക്കമായി.
സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 18,552 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,22,970 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 15.11%. മലപ്പുറത്തും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ്. 2,681 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. TPR 19.35% ഉയർന്നു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.